പക്ഷേ ലക്ഷക്കണക്കിന് സൈനികരെ അണിനിരത്തിക്കൊണ്ട് ഒരു കരയുദ്ധം ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കക്കും പരിമിതികളുണ്ട്. അത്തരമൊരു നീക്കത്തിലേക്ക് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മാന്യമായി തനിക്ക് പിൻവാങ്ങാനുള്ള ഒരു അവസരം ഒരുങ്ങണം. അതിന് ചില കരാറുകൾ രൂപപ്പെടുകയാണെങ്കിൽ താൻ അതിന് തയ്യാറാണ് എന്നാണ് ഈ പുറമേക്ക് ഈ വീരസ്യവും പ്രകോപനപരമായ പ്രതികരണം. പക്ഷേ ഈ കാര്യത്തിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക, അല്ലെങ്കിൽ ബാലിസ്റ്റിക് പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ ഈ യുറേനിയം പ്രോജക്റ്റ് എന്നതിലാണോ അമേരിക്കയുടെ ഊന്നൽ, അതോ അതിനപ്പുറം അമേരിക്കയ്ക്ക് വേറെയും പരിപാടിയുണ്ടോ? ഇന്നലെ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ചർച്ച പരാജയപ്പെടുന്നതിന് ഇറാൻ പറഞ്ഞ റീസൺ ഞങ്ങൾ സമവായത്തിന് സന്നദ്ധമായിരുന്നു, അത് നമ്മൾ അതിൻ്റെ സന്ധിയുടെ അരികു വരെ എത്തിയതാണ്, പക്ഷേ ഇവർ മാക്സിമൈസ് ചെയ്യുകയാണ് ഇവരുടെ ആവശ്യങ്ങൾ എന്നാണ്. അപ്പോൾ ഈ മീറ്റ് ചെയ്യാൻ കഴിയാത്ത ആവശ്യങ്ങൾ എന്തെങ്കിലും അധികമായി അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച് പറഞ്ഞല്ലോ, ഹോർമുസ് നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാം, ഹോർമുസിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ പിന്മാറണം, ഹോർമുസാണ് ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധം എന്നറിയാം, അപ്പോൾ അതിനെയും ഇറാൻ്റെ കയ്യിൽ നിന്നും എടുക്കണം, അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾ, ഇങ്ങനെ ഇറാനെ സംബന്ധിച്ച് പരിഗണിക്കാൻ കഴിയാത്ത പരമാവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം സത്യത്തിൽ ഈ ചർച്ചയ്ക്കകത്തുണ്ടോ? നിഷാദ്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ട്രംപ് തന്നെ പല ഘട്ടങ്ങളിൽ പല ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം തുടക്കത്തിലൊക്കെ റെജീം ചേഞ്ച്, ആ റെജീം ഇറാൻ ജനതയ്ക്കെതിരാണ്, അപ്പം അതുകൊണ്ട് ആ റെജീമിനെ മാറ്റുക എന്നൊരു ലക്ഷ്യമായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചിരുന്നത്. പിന്നീട് അത് പതിയെ പതിയെ പോയി ഇറാന് വേണമെങ്കിൽ താൻ വെനിസ്വല മാതൃകയിലാണ് താൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഇറാൻ ഒരൊറ്റ ദിവസം കൊണ്ട് താൻ കൈപ്പിടിയിൽ എടുക്കും, ഇറാന്റെ എണ്ണ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കും എന്നതുൾപ്പെടെയുള്ള ഒരു കൊളോണിയൽ താല്പര്യങ്ങളാണ് പല ഘട്ടങ്ങളിലും ട്രംപിന്റെ പോലും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ആണവ പദ്ധതിയും ഇറാനെ കൊണ്ട് പിന്തിരിപ്പിക്കുക. കാരണം ഈ മേഖലയിൽ ഇറാൻ അത്തരം ആയുധങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളിയായി മാറുമെന്ന നെതന്യാഹുവിന്റെ താല്പര്യം, ആ താല്പര്യം നേരത്തെയും പല ഒബാമ ഉൾപ്പെടെയുള്ള പല അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരെയും സമീപിച്ചുകൊണ്ട് നെതന്യാഹു തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ പിന്തിരിയുന്ന, അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിരുന്നു മുൻ പ്രസിഡന്റുമാരൊക്കെയും ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ട്രംപ് പൂർണ്ണമായിട്ടും ഇസ്രായേലിന് ഉറപ്പ് നൽകുകയാണ്, തന്റെ കാലയളവിൽ അത് ചെയ്തിരിക്കും എന്ന ഒരു താല്പര്യത്തിന്റെ പുറത്താണ് യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. പക്ഷേ അത് 38 ദിവസത്തെ യുദ്ധത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് മേഖലയിൽ മാത്രമല്ല ആഗോള ഊർജ്ജ മേഖലയിലും അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും ഉണ്ടായിരിക്കുന്ന തിരിച്ചടികൾ ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം, കാരണം അമേരിക്കൻ ജനതയിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ പോലും ഈ യുദ്ധത്തിന് എതിരാണ്. കത്തോലിക്ക നേതൃത്വമാകട്ടെ നമുക്കറിയാൻ സാധിക്കും, പോപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ അതിനിശ്ചിതമായിട്ടുള്ള ഇടപെടലുകളാണ് ട്രംപിനെതിരെ യുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. ഒടുവിൽ പോപ്പിനെ പോലും ലിയ മാർപ്പാപ്പയെ പോലും അവമതിക്കാനും അദ്ദേഹത്തെ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ഈ സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വലിയ യുദ്ധത്തിലേക്ക് എടുത്തിട്ടാണ് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു രമ്യമായിട്ടുള്ള ഒരു കരാർ വരികയാണെങ്കിൽ താൻ റെഡിയാണ് എന്ന് പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മേഖലയിലെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണ്. പക്ഷേ തങ്ങളുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല ഭീഷണി, തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തങ്ങളുടെ ഊർജ്ജ മേഖലയെ അല്ലെങ്കിൽ ഈ എണ്ണ പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്നതിന് തങ്ങളുടെ സാമ്പത്തിക വികസനത്തിനൊക്കെയും നിലവിലുള്ള ഒരു സാഹചര്യം ഒട്ടും ഗുണകരമല്ല എന്ന തിരിച്ചറിവ് കൂടിയുണ്ട്. അതാണ് അമേരിക്കയെ ഈ ഗൾഫ് രാജ്യങ്ങൾ പോലും എത്രയും പെട്ടെന്ന് ഒരു രമ്യമായിട്ടുള്ള പരിഹാരത്തിലേക്ക് വരണം, അത് ഇറാനുമായിട്ടൊരു കരാർ രൂപപ്പെടുത്തിയാണെങ്കിൽ ആ രൂപത്തിലെങ്കിലും മുന്നോട്ട് പോകണമെന്ന ഒരു നിർബന്ധം ഈ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ട്രംപിന് മേൽ ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചർച്ച എന്നത് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു മാർഗം. ഒരു കാര്യം ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ഞാൻ, MCA, ഈ ചൈനീസ് കപ്പൽ കടന്നുപോയി എന്നുള്ള അപ്ഡേറ്റ് ഇന്നലെ രാത്രി കടന്നുപോയിട്ടുണ്ടോ ഈ ബ്ലോക്കേഡിന് ശേഷം? നിഷാദ്, ഈ ബ്ലോക്കേഡിന് ശേഷം അല്പം മുമ്പാണ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് കപ്പൽ കടന്നുപോയി എന്നാണ് ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. കാരണം ചൈനയുടെ കപ്പലിന് വേണമെങ്കിൽ അമേരിക്കൻ 15ലധികം അമേരിക്കൻ യുദ്ധക്കപ്പൽ ആ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്, അവർക്ക് തടയാമായിരുന്നു. പക്ഷേ ചൈനയുടെ കപ്പലിനെ തടഞ്ഞിട്ടില്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കപ്പൽ പോയിട്ടുണ്ടാവുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ഇറാൻ ഇപ്പോൾ പോലും വ്യക്തമാക്കുന്നത് സൈനികമല്ലാത്ത ഏതൊരു കപ്പലിനെയും ഞങ്ങൾ സ്വതന്ത്രമായിട്ട് വിടും
ചെയ്യുന്നതും ചുങ്കം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ തങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. ഇതൊക്കെ പറയുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പം വലിയ തോതിലുള്ള നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നു, തുറമുഖം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ IRGCയുടെ നേരത്തെയുള്ള ഒരു പ്രഖ്യാപിത നിലപാട് തങ്ങളുടെ തുറമുഖം ഈ സ്വഭാവത്തിൽ ഒരു സുരക്ഷാ ഭീഷണി നേരിടുകയാണെങ്കിൽ മേഖലയിലെ എല്ലാ തുറമുഖങ്ങളും സ്തംഭിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ ഒരു കടുത്ത നീക്കത്തിലേക്ക് എന്തായാലും ഈ 22-ന് മുമ്പിൽ തൽക്കാലം പോകേണ്ടതില്ല എന്നൊരു തീർപ്പിൽ തന്നെയാണ് IRGCയും അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈന്യവും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 22-ന് മുമ്പ് പരമാവധി ഒരു ചർച്ച, രമ്യമായിട്ടുള്ള ഒരു പരിഹാരം വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് പോയാൽ മതി എന്ന ഒരു നീക്കം, അതോടൊപ്പം ഡിപ്ലോമാറ്റിക് ചാനലുകൾ പരമാവധി തുറന്നിടാനുള്ളൊരു നീക്കം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടതിനു ശേഷവും അമേരിക്കയും ഇറാനും കൈക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള തീരുമാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചയുടെ സാധ്യത അത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മാത്രമല്ല ചർച്ചയുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഒപ്പം ഇറാനും അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അമേരിക്കയെ സംബന്ധിച്ചും ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഹോർമുസ് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളാണ് എല്ലാം ഭരിക്കുന്നത്, ഇനി ആര് കടന്നു പോകണമെങ്കിലും തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ അരമണിക്കൂർ മുമ്പുള്ള 40 മിനിറ്റ് മുമ്പുള്ള അപ്ഡേറ്റ് നമ്മൾ നോക്കിയാലേ സാങ്ഷൻഡ് ചൈനീസ് ലിങ്ക്ഡ് ടാങ്കർ റിച്ച് സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര് പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിലേന്നാണ്. അതായത് അതുവഴി വേറെ ഏത് കപ്പൽ കടന്നു പോകണമെങ്കിലും അമേരിക്കൻ നാവികസേനയുടെ പരിശോധനയും അനുമതിയും വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈനയുടെ കപ്പൽ അതിലെ കടന്നു പോവുകയാണ്.